പഞ്ചായത്തിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവിടുത്തെ ഒരു സ്ഥലത്തുള്ള നാട്ടുകാർ. പഞ്ചായത്തിലേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ ബില്ലിൽ പലഹാരങ്ങൾക്ക് പകരം വിവിധ കമ്മിറ്റികളുടെ പേരുകളാണ് ചേർത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഈ കൗതുകമുള്ളത്. ഭരണസമിതി അറിയാതെ നിരവധി യോഗങ്ങളുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് കഴിഞ്ഞ ഭരണസമിതിക്കാർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ നാട്ടിൽ സംഭവിക്കുന്നത് എന്നത് നോക്കാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കമ്മിറ്റികൾ, യോഗങ്ങൾ, ഗ്രാമസഭകൾ എന്നിവയ്ക്കുള്ള ഭക്ഷണ ചെലവുകളുടെ മറവിലാണ് ഈ കള്ളക്കളി. ചായക്കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നും ബ്ലാങ്ക് ബില്ലുകൾ വാങ്ങിയ ശേഷം ജീവനക്കാർ കഴിച്ച ഭക്ഷണ വിവരങ്ങൾ എഴുതാതെ കമ്മിറ്റി വിവരങ്ങൾ എഴുതിയാണ് ബിൽ പാസ്സാക്കുന്നത്. വാങ്ങിയ സാധനം എന്താണെന്നോ എത്ര എണ്ണമെന്നോ കണക്കില്ല. സാധനങ്ങളുടെ വിവരവും വാങ്ങിയ എണ്ണവും വിലയും രേഖപ്പെടുത്താത്ത ബില്ലുകളോ വൗച്ചറുകളോ പാസാക്കി തുക അനുവദിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഈ വെട്ടിപ്പ് നടക്കുന്നത്. ആഭ്യന്തര വിജിലൻസ് വിവിധ തരം ഓഡിറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ടെങ്കിലും വെട്ടിപ്പ് നിർബാധം തുടരുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഇങ്ങനെ വെട്ടിക്കുന്ന തുകയുടെ എത്രയോ ഇരട്ടിയാണ് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും. ബില്ലിലെ തുക ചെറുതാണെങ്കിലും ഒരു ഭരണസമിതി കാലാവധി പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ ആ തുക ലക്ഷങ്ങളായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.